നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തന്നോടാരാ എന്നെ തെരഞ്ഞു വരാൻ പറഞ്ഞേ? ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. സച്ചേട്ടൻ മാത്രം ആലോചിച്ചെടുത്ത തീരുമാനം അല്ലേ? എന്റെ കാര്യം ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി എന്ന് സച്ചേട്ടന് തോന്നുന്നല്ലേ? എന്ന് അങ്ങനെയല്ല. നിങ്ങൾക്ക് വേണ്ടി വേദനയോട് കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ. അവർക്കൊക്കെ നിങ്ങൾ എവിടെ പോയി നിങ്ങൾ മറുപടിയെ കൊടുക്കണ്ടേ? എല്ലാവരുടെ തീരുമാനം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയെങ്കിൽ എനിക്കുണ്ട് ഒരു തീരുമാനം. അത് സച്ചേട്ടനും അറിയണമല്ലോ. നിങ്ങൾ ആ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരുന്നില്ലെങ്കിൽ ഞാനും ഇല്ല. ഞാൻ ആരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചാ ജീവിക്കേണ്ടത്. ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെ തന്നെയല്ലേ? ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാനൊന്നും സമ്മതിക്കോ? അല്ലെങ്കിൽ എന്നെ മരിക്കാനെങ്കിലും ഒന്ന് സമ്മതിക്കോ? എവിടെങ്കിലും പോയെന്ന് മരിക്കാൻ. ഞാൻ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. പക്ഷെ അതിനു മുന്നേ എന്നെ കൊല്ലണം. എന്നെ കൊന്നിട്ടേ സച്ചേട്ടന് മരിക്കാൻ പറ്റൂ. കൊല്ല് 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 എന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ല് 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 സച്ചേട്ട, കഴുത്ത് ഞെരിച്ച് കൊല്ല്. ഇവിടെ വെച്ച് എന്നെ കൊല്ല് കൊല്ല് കൊല്ല്. ചേച്ചി, എനിക്ക് തോന്നുന്നതേ അവര് തിരിച്ചു വരാൻ പോയ പോക്കല്ലെന്നാ. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? നിനക്കെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? കാരണം അതൊരു തരം പ്ലാനിങ് പോലെ നടത്തിയ ഒളിച്ചോട്ടാ. ആദ്യം സച്ചേട്ടൻ, പുറകെ ഭാര്യയും. നീ എന്തൊക്കെ വിവരക്കേടായി പറയുന്നേ? മണ്ടത്തരങ്ങൾ പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അവരെങ്ങോട്ട് ഒളിച്ചോടാനാ? അതും എന്ത് കാര്യത്തിന്? അവരെന്താ കാമുകന്മാരാണോ രായ്ക്ക് രാമൻ ഒളിച്ചോടാൻ? എന്റെ ഊഹങ്ങളൊന്നും തെറ്റിയിട്ടില്ല ചേച്ചി. സച്ചേട്ടൻ എന്തെങ്കിലും 5 മണിക്ക് മുന്നേ ഉണർന്ന് നടക്കാനോ കളിക്കാനോ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അർച്ചന ഇവിടെ വന്നതിന് ശേഷം 6 മണിക്ക് ശേഷം അല്ലാതെ സച്ചേട്ടൻ ആരെങ്കിലും പുറത്തു കണ്ടിട്ടുണ്ടോ? അതും ഇല്ലല്ലോ. ഇന്നോ അവൾ ഉണരുന്നതിന് മുൻപ് സച്ചേട്ടൻ ഉണർന്നു. എന്തിനാ? സോറി സച്ചേട്ട. സച്ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇത്രയും നേരം ഞാൻ എന്റെ ജീവനം കൈ പിടിച്ച് ഓടുകയായിരുന്നു. ഒന്നും പറഞ്ഞ സച്ചേട്ടന് മനസ്സിലാവില്ല. ഓരോ ആൾക്കൂട്ടങ്ങളിലും ഓരോ മുഖങ്ങളിലും ഞാൻ സച്ചേട്ടനെ തേടുകയായിരുന്നു. ഓടിയും തളർന്നും വീണു അലഞ്ഞും അവസാനം കണ്ടുപിടിച്ചപ്പോ ഞാൻ ചാകാൻ പോവാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. അതാ ഞാൻ തല്ലിപ്പോയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.